ഹായ്, ഗുഡ് ഈവനിങ് ഓൾ. മിഡ് ക്യാപ് ഡോക്ടറിൻ്റെ പോസ്റ്റ് മാർക്കറ്റിലും പ്രീ മാർക്കറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓക്കെ, അപ്പോൾ ഇന്ന് എല്ലാവരും ഹാപ്പിയുള്ള ദിവസമാണ്. നമ്മൾ വിചാരിച്ച പോലെ തന്നെ കാര്യങ്ങൾ നടന്നു. നമ്മൾ രാവിലെ എന്താണ് പറഞ്ഞത്, ഇന്ന് ഞാൻ വീഡിയോയിൽ എന്താണ് പറഞ്ഞത് കൃത്യമായിട്ട് കേട്ടവർക്കൊക്കെ കറക്റ്റായിട്ട് കാര്യം മനസ്സിലാക്കിയിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഞാൻ ഇന്ന് രാവിലെ മാർക്കറ്റ് ഓപ്പൺ ചെയ്തപ്പം ഒരു വോയിസും കൂടി ഇട്ടായിരുന്നു ഇല്ലേ. ഞാൻ എന്താ പറഞ്ഞത്, ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞു മാർക്കറ്റ് ഒരു ഗ്യാപ്പ് അപ്പിലാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്തേക്കുന്നത്. ഓക്കെ, ഈ ഓപ്പൺ ചെയ്തതിന് ശേഷം ഈ ഗ്യാപ്പ് അപ്പ് നിലനിൽക്കുമോ എന്നാണ് ഒന്നാമത്തെ ചോദ്യം. പോയോ എല്ലാം ഇതാ നോക്കിയേ. ഒന്നാമത്തെ ചോദ്യം, മാർക്കറ്റ് ഈ ഗ്യാപ്പ് അപ്പ് ഇവിടുന്ന് ഇത്രയുമുള്ള ഗ്യാപ്പ് അപ്പ് സസ്റ്റെയിൻ ചെയ്യുമോ എന്നുള്ളതാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. സസ്റ്റെയിൻ ചെയ്തു പോകും. അപ്പോൾ നമുക്ക് ആദ്യത്തെ ക്യാൻഡിൽ കഴിഞ്ഞപ്പോൾ ഒന്നും മനസ്സിലായില്ല, കാരണം ഒരു ഡോജിയാണ് രൂപപ്പെട്ടത്. രണ്ടാമത്തെ ക്യാൻഡിൽ നമുക്കൊരു ഗ്രീൻ ക്യാൻഡിൽ കിട്ടി. അപ്പോൾ ഞാൻ പ്രീ മാർക്കറ്റ്, അതായത് 9/7 പ്രീ മാർക്കറ്റ്, ആ സമയത്ത് ഞാനൊരു വോയിസ് ഇട്ടായിരുന്നു. ഞാൻ എന്താ പറഞ്ഞത്, മാർക്കറ്റ് 23,500 മുകളിൽ നിലനിന്നാൽ നമുക്കൊരു ഷോർട്ട് കവറിങ് റാലി പ്രതീക്ഷിക്കേണ്ടി വരും. എപ്പോൾ? 23,582 ക്രോസ് ചെയ്ത് ഒരു 15 മിനിറ്റ് ക്യാൻഡിൽ സസ്റ്റെയിൻ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് ഒരു ഷോർട്ട് കവറിങ് റാലി കിട്ടും എന്ന് ക്ലിയർ ആയിട്ട് ഞാൻ മാർക്കറ്റ് ഓപ്പൺ ചെയ്തതിന് മുന്നേ പറഞ്ഞിരുന്നു. അതായത് പ്രീ മാർക്കറ്റ് സമയത്ത് പറഞ്ഞിരുന്നു ഇല്ലേ. അപ്പോൾ ഇന്നിപ്പോൾ ഇൻബോക്സിൽ 2-3 പേരോട് ചോദിച്ചു, ഓക്കെ അങ്ങനെ ഷോർട്ട് കവറിങ് റാലി നടക്കുമെന്ന് പറഞ്ഞിട്ട് പിന്നെ എന്തുകൊണ്ട് പിയുടെ വ്യൂ പറഞ്ഞു എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, അതിന് ആൻസർ പറയാം. നമുക്കപ്പം ഇവിടെ മാർക്കറ്റ് നോക്കാം. മാർക്കറ്റിൽ ഫസ്റ്റ് ഡോജി വന്നു, സെക്കൻഡ് ക്യാൻഡിൽ നല്ലൊരു ബുള്ളിഷ് ക്യാൻഡിൽ വന്നു ഇല്ലേ. ഇത് ക്രോസ് ചെയ്ത് ഇതിനെ ക്ലോസ് ചെയ്തു 23,547. നമ്മൾ ഷോർട്ട് കവറിങ് റാലി നടക്കും എന്ന് പറഞ്ഞ ലൈൻ്റെ മുകളിൽ മാർക്കറ്റ് എന്ത് ചെയ്തു, സെക്കൻഡ് ക്യാൻഡിൽ ക്ലോസ് ചെയ്തു. അപ്പോൾ നമ്മളിനി എന്ത് ചെയ്യണം, വെയിറ്റ് ചെയ്യണം. അടുത്ത ഫർദർ സ്റ്റെപ്പ് എന്താണ്, അടുത്ത ഇനി മാർക്കറ്റ് എന്തോ സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അടുത്ത വീട് എന്തുവാ, മൂന്നാമത്തെ ക്യാൻഡിൽ വീണത് റെഡ് ക്യാൻഡിലാണ് വീണത് അല്ലേ. മൂന്നാമത്തെ ക്യാൻഡിൽ റെഡ് ക്യാൻഡിലാണ് വീണത്, ഒരുവിധം ഭേദപ്പെട്ട ഒരു റെഡ് ക്യാൻഡിൽ. ഓക്കെ, ഈ റെഡ് ക്യാൻഡിൽ അപ്പോൾ നമ്മളിവിടെ റിസ്ക് എടുക്കുകയാണ്. ഇവിടെ റിസ്ക് എടുക്കുകയാണ്. എന്താണ് ഈ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. ഷോർട്ട് കവറിങ് റാലി എന്ന് പറഞ്ഞാൽ രാവിലെ നേരം വെളുക്കുമ്പോഴേ ഷോർട്ട് കവറിങ് റാലി നടക്കത്തില്ല. ഈ ഷോർട്ട് കവറിങ് റാലി നടക്കണം എന്നുണ്ടെങ്കിൽ കുറേ കാര്യങ്ങൾ മാർക്കറ്റിൽ സംഭവിക്കണം. ഈ സംഭവിച്ചെങ്കിൽ മാത്രമേ ഷോർട്ട് കവറിങ് റാലി നടക്കത്തുള്ളൂ. അതായത് എങ്ങനെ ഷോർട്ട് കവറിങ് റാലി എങ്ങനെ നടക്കുന്നത്, ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ് ഷോർട്ട് കവറിങ് റാലി നടക്കുന്ന ഒരു വീഡിയോ ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട്. അത് ഞാനിവിടെ ഐ ബട്ടണിൽ കൊടുത്തേക്കാം, നിങ്ങളൊന്ന് കണ്ടു നോക്കുക. അതായത് ഓപ്പൺ ഇൻട്രസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടാണ് ഷോർട്ട് കവറിങ് റാലി നടക്കാറുള്ളത്. ഓക്കെ, അപ്പം 23,500 തലേ ദിവസം ധാരാളം പേര് കോള് റൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, സെല്ല് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതായത് മാർക്കറ്റ് പൊട്ടി താഴോട്ട് വരും എന്നുള്ള ധാരണയിൽ 23,500 അവരെന്ത് ചെയ്തു, മാർക്കറ്റ് ധാരാളം കോള് സെല്ല് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം മാർക്കറ്റ് മുകളിലോട്ട് പോകണം എന്ന് സംഭവിക്കുന്നത് ഇവരുടെ പ്രതീക്ഷയ്ക്ക് വിരുദ്ധമാണ്. ഇവർ വിചാരിക്കുന്നതിന് വിരുദ്ധമായിട്ടാണ് മാർക്കറ്റ് പോകുന്നത്. അങ്ങനെ ആകുമ്പോൾ ഇവരെന്ത് ചെയ്യണം, ഇവിടുന്ന് എക്സിറ്റ് ആവാൻ ശ്രമിക്കണം അല്ലേ. ഇവിടുന്ന് അവർ മാർക്കറ്റിൽ നിന്ന് എക്സിറ്റ് ആവണം, അല്ലെങ്കിൽ അവർക്ക് ലോസ് കൂടി വരും. അപ്പം ഇത് ഒഴിവാക്കാൻ വേണ്ടി ആവുന്ന പണി 56 അവരിവിടെ ചെയ്യും. അപ്പോൾ രാവിലെ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് 15 മിനിറ്റ് ചെയ്യണമെന്നല്ല, അവരെല്ലാ ശ്രമവും നടത്തും മാർക്കറ്റിനെ താഴോട്ട് കൊണ്ടുവരാൻ വേണ്ടി. ആ ഒരു ശ്രമമാണ് നമ്മളിവിടെ കണ്ടത്. മാർക്കറ്റിന് താഴോട്ട് കൊണ്ടുവരാനുള്ള ശ്രമം. താഴോട്ട് കൊണ്ടുവന്നാൽ അവർക്ക് എന്ത് പറ്റും, അവർക്ക് എങ്ങനെയെങ്കിലും ഇവിടുന്ന് രക്ഷപ്പെടാം. ഉള്ള മുതലും കൊണ്ടെങ്കിലും രക്ഷപ്പെടാൻ പറ്റും. അവർക്ക് ലാഭം കിട്ടിയില്ലെങ്കിലും മുതലും കൊണ്ട് തന്നെ അവർക്ക് രക്ഷപ്പെടാൻ പറ്റും. ആ ഒരു ഓപ്പർച്യൂണിറ്റിയാണ് നമ്മളിവിടെ കൃത്യമായി ഉപയോഗിച്ചിരിക്കുന്നത്. അവിടെയും അത് നമ്മൾ റിസ്ക് എടുത്തേക്കുക. എന്താണ്, നമുക്ക് റിസ്ക് വളരെ കുറവാണ്. ഞാൻ എന്താ പറഞ്ഞത്, 23,582 SL ഇട്ടുകൊണ്ട് 23,582 SL ഇട്ടുകൊണ്ട് നമുക്ക് താഴോട്ട് നോക്കാമെന്നാണ് പറഞ്ഞത്. നമ്മൾ ഈ ഒരു ക്യാൻഡിൽ കിട്ടിക്കഴിയുമ്പോൾ നമുക്ക് വളരെ ചെറിയ SL ഇല്ലേ, വെരി ചെറിയ SL ആണ്. ആ ചെറിയ SL നമ്മളെടുത്ത് പോയ 10 പോയിൻറ്റ്, മാക്സിമം 15 പോയിൻറ്റ്, അത്രേ ഉള്ളൂ. വളരെ ചെറിയ SL കിട്ടുവാണെങ്കിലോ നല്ലൊരു ക്യാപ്ചർ കിട്ടും.
ഇങ്ങനെയാണ് നമ്മൾ മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ ആ ഓപ്പർച്യൂണിറ്റി നമ്മൾ കണ്ടുപിടിക്കണം. ചില സാഹചര്യങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യണം? റിസ്ക് എടുക്കണം. ഇതാണ് മാർക്കറ്റിൻ്റെ പൊതുവെയുള്ള സ്വഭാവം. നിങ്ങൾക്ക് കാര്യം ഞാൻ പറഞ്ഞത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അങ്ങനെ നമുക്ക് ഇവിടുന്ന് ഇവിടം വരെ നല്ലൊരു ക്യാപ്ചർ കിട്ടി. ഓക്കെ, ഓൾമോസ്റ്റ് എല്ലാവരും പ്രോഫിറ്റ് ബുക്ക് ചെയ്തെന്നാണ് എൻ്റെ വിശ്വാസം. ഞാൻ പറഞ്ഞു ഈ കിട്ടിയതും കൊണ്ട് നേരെ വീട്ടിൽ പോവുക, ആവശ്യമില്ല. അപ്പം മാർക്കറ്റ് എത്ര നേരമായി? 15-20 മിനിറ്റ് ആയതേ ഉള്ളൂ. 20 മിനിറ്റ് ആയതേ ഉള്ളൂ മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട്. അതിനുശേഷം ഇന്നത്തെ ശമ്പളം ഏകദേശം 20 മിനിറ്റ് കൊണ്ട് കിട്ടി. ഇത് മേടിച്ചുകൊണ്ട് നേരെ വീട്ടിൽ പോവുക. ഈ ക്യാൻറ്റീനിലോ എവിടെയെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇറങ്ങി ന്യായമായിട്ടുള്ള പൈസയും മേടിച്ചുകൊണ്ട് നിങ്ങൾക്ക് നേരെ വീട്ടിൽ പോകുമായിരുന്നു. ബാക്കി വൈകുന്നേരം വരെ ചോട്ട് കുതിരിക്കേണ്ടി ആദ്യ കാര്യമില്ല. അത് ഞാനിവിടെ പ്രത്യേകം നിങ്ങളോട് പറഞ്ഞു, ഇവിടെ നിങ്ങൾക്ക് പ്രോഫിറ്റ് കിട്ടിയെങ്കിൽ ഇതും കൊണ്ട് നിങ്ങൾ നേരെ വീട്ടിൽ പോവുക, അല്ല വേറെ പരിപാടിക്ക് പോകാൻ കൃത്യമായിട്ട് നിങ്ങളോട് പറഞ്ഞിരുന്നു. ഓക്കെ, അപ്പോൾ ആ ഭാഗം കഴിഞ്ഞു. ഓക്കെ, ഇനി അടുത്ത ഭാഗത്തേക്ക് അടുത്ത ഭാഗത്തോട്ട് വരാം. അതിനുശേഷം മാർക്കറ്റ് എന്ത് ചെയ്തു? ഇവിടെ നേരെ താഴെ പോയി നേരെ തിരിച്ച് കയറി വീണ്ടും ഇവിടെ ഒരു ഡോജ് വന്നപ്പോൾ ഇവിടുന്ന് റിജക്ഷൻ വന്നു ഇല്ലേ? അതിനുശേഷം ഒരു ഗ്രീൻ ക്യാൻഡിൽ ക്ലോസ്, നല്ലൊരു ഗ്രീൻ ബുള്ളിഷ് ക്യാൻഡിൽ കിട്ടി. അപ്പം അതിനർത്ഥം എന്തുവാ? മാർക്കറ്റ് ഇവിടുന്ന് ഇനി മുകളിലോട്ട് പോകാനുള്ള സാധ്യത ഉണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇവിടുന്ന് മുകളിലോട്ട് പോയാൽ ഇവിടുന്ന് റിജക്ഷൻ വരുമോ? നമുക്ക് റിജക്ഷൻ ഉണ്ടോ എന്ന് നമുക്ക് അറിയാൻ പറ്റത്തില്ല ഇല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഷോർട്ട് കവറിങ്ങിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യണം. എവിടെ വെയിറ്റ് ചെയ്യുന്നത്? ഇപ്പോൾ 23,547 ഇല്ലേ? 23,547 മുകളിലാണ് നമുക്ക് ഷോർട്ട് കവറിങ് റാലി നമുക്ക് നടക്കാനുള്ളത് ഇല്ലേ? അപ്പോൾ ഇവിടെ വന്നു 23,547 ആ ക്രോസ് ചെയ്തപ്പോൾ ഭയങ്കര ഒരു ബുള്ളിഷ് ക്യാൻഡിൽ വന്ന് ക്രോസ് ചെയ്തിട്ട് നേരെ തിരിച്ച് റിജക്ഷൻ വന്ന് താഴെ വന്നു. അതിനുശേഷം അവിടുന്ന് പിന്നെന്ത് ചെയ്തു? പതുക്കെ മാർക്കറ്റ് മുകളിലോട്ട് കയറാൻ തുടങ്ങി. ഇങ്ങനെയാണ് ഷോർട്ട് കവറിങ് റാലി നടക്കുന്നത്. കറക്റ്റായിട്ട് നമ്മളുടെ ഈ എന്താ ഇവിടെ ട്രെൻഡ് ലൈനിൽ കറക്റ്റായിട്ട് നമ്മുടെ ട്രെൻഡ് ലൈനിൽ വന്ന് സപ്പോർട്ട് എടുത്ത് മാർക്കറ്റ് ഒന്ന് തിരിച്ചൊന്ന് താഴോട്ട് വന്നതിന് ശേഷം വീണ്ടും മാർക്കറ്റ് മുകളിലോട്ട് പോയി നമ്മുടെ കറക്റ്റ് വരച്ച ലൈൻ എത്രയാണ്? 23,766 നമ്മുടെ ഒരു ടാർഗറ്റ് ലൈനാണ് ഇല്ലേ? അവിടെ വന്നിട്ട് മാർക്കറ്റ് നേരെ തിരിച്ച് റിജക്ഷൻ ആയിട്ട് ഇത് 5 മിനിറ്റ് 15 മിനിറ്റ് ആയിട്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് കുറച്ച് പെട്ടെന്നൊന്നും മനസ്സിലാകത്തില്ല. ഓക്കെ, നോക്കി ഇപ്പം ഒന്നുകൂടെ നോക്കാം. ഓക്കെ, ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. നോക്കി ഇവിടുന്ന് മാർക്കറ്റ് പതുക്കെ ഇവിടെ വന്നതിന് ശേഷം പതുക്കെ ഇവിടെ ഇവിടെ ട്രേഡ് ഇല്ല. ഇത് ട്രേഡ് ഇല്ലാത്ത ഏരിയയാണ്. നമുക്കവിടെ ട്രേഡുള്ള ഇവിടെ കറക്റ്റ് ഇവിടെ നല്ലൊരു ബുള്ളിഷ് ക്യാൻഡിൽ വന്നു. അതിനുശേഷം ഇവിടെ നോക്കി വളരെ ക്ലിയർ ആണ്. ഇവിടെ നമുക്ക് കാര്യങ്ങൾ വളരെ ക്ലിയർ ആണ്. അത് ഞാൻ വലുതാക്കി കാണിക്കാം. നോക്കിക്കേ, നിങ്ങൾ ഇവിടെ നോക്കിക്കേ, ശരിക്കും ഇവിടെ നോക്കിക്കേ, കറക്റ്റായിട്ട് ഞാൻ പറഞ്ഞുതരാം. ഇവിടെ നോക്കിക്കേ, മാർക്കറ്റ് നമുക്ക് ഇവിടുന്ന് കിട്ടിയില്ലേ? ഇവിടുന്ന് 2-3 ക്യാൻഡിൽ ഞാൻ മുമ്പ് 15 മിനിറ്റ് ക്യാൻഡിൽ നിങ്ങളെ കാണിച്ച്. ഓക്കെ, ഇവിടുന്ന് റിജക്ഷൻ വന്നു. അതിനുശേഷം നമുക്ക് പതുക്കെ മാർക്കറ്റ് താഴോട്ട് വന്നു. ഒരിക്കലും നമ്മൾ സ്റ്റോപ്പ് ലോസ് അടിച്ചില്ല, താഴോട്ട് വന്നു. ഇവിടം വരെ നമുക്ക് കിട്ടി. ഓക്കെ, നിങ്ങൾ എവിടെയെങ്കിലും ഇറങ്ങി കാണുമെന്ന് വിചാരിക്കുന്നു. അതിനുശേഷം മാർക്കറ്റ് നേരെ തിരിച്ചു പോയി ഇല്ലേ? തിരിച്ച് പതുക്കെ ആൾക്കാർ ഓരോരുത്തരും അവിടെ നിന്ന് എക്സിറ്റ് ചെയ്യാൻ തുടങ്ങി. കാരണം മാർക്കറ്റ് പതുക്കെ മേലോട്ട് പോവുക. അങ്ങനെ ചെയ്ത് ഇവിടെ വന്നൊരു ബുള്ളിഷ് ക്യാൻഡിൽ വന്നു. നമ്മുടെ ലൈൻ ഏതാ? 23,547 അല്ലേ? ഇവിടെ വന്നതിന് ശേഷം മാർക്കറ്റിന് നല്ല ഒരു അപ് ട്രെൻഡ് നമുക്ക് തന്നതിന് ശേഷം തിരിച്ച് വീണ്ടും ഇവിടെ വന്ന് റീടെസ്റ്റ് എടുത്തു. മേലോട്ട് പോയി നേരെ കറക്റ്റ് ഇവിടെ വന്ന് നമ്മുടെ ലൈനിൽ തന്നെ വന്ന് റീടെസ്റ്റ് എടുത്തു ഇല്ലേ? റീടെസ്റ്റ് ചെയ്ത് കൺഫേം ചെയ്തു. ഓക്കെ, ഇവിടുന്ന് ഒരു അപ് ട്രെൻഡാന്നുള്ള കാര്യം റീടെസ്റ്റ് ചെയ്തതിന് ശേഷം മാർക്കറ്റ് പിന്നെ പതുക്കെ മേലോട്ട് പോയി കറക്റ്റ് നമ്മുടെ ലൈനിൽ വന്ന് ടച്ച് ചെയ്ത ശേഷം ഇവിടുന്ന് റിജക്ഷൻ വന്നു. ഇവിടെ വന്നപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഒരു ഓപ്പർച്യൂണിറ്റി പറഞ്ഞു. ഇത് നിങ്ങൾ ഈ ട്രെൻഡ് ലൈൻ നോക്കിയിട്ട് പ്രൈസ് ആക്ഷൻ നോക്കി നിങ്ങൾക്ക് ഇവിടുന്ന് ഒരു സംഭവം നോക്കാമെന്ന് പറഞ്ഞിരുന്നു. കറക്റ്റായിട്ട് ഇത് ഇവിടം വരെ വന്നു. ഈ ക്യാൻഡിൽ ഇവിടം വരെ വന്നു. നമുക്ക് ഇത്രയും ക്യാപ്ചർ ചെയ്യാൻ പറ്റി. ഏകദേശം എത്ര? 707 ഒരു 60-70 പോയിൻറ്റോളം നമുക്ക് ഇവിടുന്ന് ഇവിടം വരെ കിട്ടി. 70 പോയിൻറ്റോളം. അതിനുശേഷം വീണ്ടും മാർക്കറ്റ് മുകളിലോട്ട് പോയി. കറക്റ്റ് നമ്മൾ വരച്ച ലൈനിൽ വന്ന് റിജക്ഷൻ എടുത്ത് മാർക്കറ്റ് നേരെ താഴെ ക്ലോസ് ചെയ്യും. ഇതാണ് ഇന്നലെ നമ്മൾ പറഞ്ഞതും ഇന്ന് രാവിലെ ഞാൻ പറഞ്ഞതും എല്ലാം വളരെ കറക്റ്റായിരുന്നു. അത് ഫോളോ ചെയ്തവർ ഇന്ന് നല്ല പ്രോഫിറ്റ് എടുത്തു. അതാണ് ഞാൻ ഇന്നത്തെ നമ്മുടെ പോളിനകത്ത് കാണുന്നത്. ഏകദേശം വളരെ ചുരുക്കം ആൾക്കാർക്ക് മാത്രമേ ലോസ് ഉണ്ടായുള്ളൂ. ഏകദേശം 140 പേർക്കോളം ഒരു പ്രോഫിറ്റ് ബുക്ക് ചെയ്തു. അപ്പം ഇങ്ങനെ നമുക്കൊരു അവസരം വരുമ്പോൾ ആ അവസരത്തിൽ നമ്മൾ ചാടി വീണ് പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ അത്രയും ഭാഗം അവിടെ പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുവാണ്. നമുക്കപ്പം ഈ നാളെ എന്താണ് സംഭവിക്കുന്നത് നോക്കാം. ഓക്കെ, ഇനിയിപ്പം കുറേ ലൈനുകൾ കട്ട് ചെയ്ത് കളയണം. നമുക്ക് ഇതിൻ്റെ ഇത് ആവശ്യമില്ല. ഇത് വേണ്ട. ട്രെൻഡ് ലൈൻ വേണം.
ട്രെൻഡ് ലൈൻ അവിടെ തന്നെ വേണം, ബാക്കി ലൈനുകളെല്ലാം അവിടെ തന്നെ നിന്നോട്ട്. ഓക്കെ, നാളെ നമുക്ക് എന്താണ് സംഭവിക്കുന്നത് നോക്കാം. നാളെ നമുക്ക് സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനൊക്കെ നമുക്ക് ഈ ലൈനുകളൊക്കെ നമുക്കൊന്ന് കറക്റ്റ് ചെയ്യാം. ഇത് കറക്റ്റ് ചെയ്യാനുള്ള അവസരമായി. ഇതെങ്ങനെ നിൽക്കട്ടെ. ഇപ്പോൾ നമുക്ക് ഈ ലൈന് ഇങ്ങനെ മേലോട്ട് കയറ്റും. ഇതൊരു ഗ്യാപ്പ്, ആ ഗ്യാപ്പ് അവിടെ കിടന്നുണ്ട്, കുഴപ്പമില്ല. ഓക്കെ, അപ്പം നമുക്കിനി ഇപ്പോൾ ഈ ലൈനുകളൊക്കെ കറക്റ്റ് ചെയ്യാം, റെഡാക്കാം. ഓക്കെ, അപ്പം നമുക്കിനി നാളെ ഓപ്പണിങ് ഈ നമ്മുടെ ഈ ലൈന് 23,766 ഈ ഈ ഈ സപ്പോർട്ട് ഇതാണ് നമ്മുടെ റേഞ്ച് ബൗണ്ട്. ഓക്കെ, ഇതിനകത്ത് മാർക്കറ്റ് ഓപ്പൺ ചെയ്യും. ഈ ട്രെൻഡ് ലൈനോടെ കടന്നോട്ടെ, അവിടെ കടന്നോട്ടെ, അതൊന്നും ഒരു പ്രശ്നമില്ല. ഇതിനകത്ത് മാർക്കറ്റ് ഓപ്പൺ ചെയ്യണം. ഓക്കെ, 23,633 23,766 ഇതിനിടയ്ക്ക് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ എങ്ങോട്ട് ബ്രേക്ക് ചെയ്യുന്നത് നോക്കിയിട്ട് വേണം നമുക്ക് ട്രേഡിനെ പറ്റി ചിന്തിക്കാൻ. നമ്മുടെ സംഭവങ്ങളെല്ലാം ഇവിടെ കിടപ്പുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് റാലി മേലോട്ട് തന്നെ കാണാം. ഇന്നലത്തെ ബാക്കി ഷോർട്ട് കവറിങ് നാളെയും അങ്ങനെ ആണെങ്കിൽ കാണേണ്ടി വരും. നമുക്ക് നോക്കാം മാർക്കറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം എന്താണ് സംഭവിക്കുന്നത് നമുക്ക് നോക്കാം. താഴോട്ടുള്ള, അപ്പോൾ അത് ഞാൻ പറഞ്ഞു. ഇതിന് ശേഷം താഴോട്ടുള്ള ഇതിന് താഴോട്ടാണെങ്കിൽ ഇത് ഫസ്റ്റ് ടാർഗറ്റ്, സെക്കൻഡ് ടാർഗറ്റ്. ഓക്കെ, ബാക്കി ഇവിടെ കിടപ്പുണ്ട്. മൂന്നാമത്തെ. ഓക്കെ, ഇവിടെ കിടക്കട്ടെ, പിന്നെ വേണം നമുക്ക് നാളെ വരയ്ക്കാം. വേറെ മുകളോട്ടാണെങ്കിലോ ഓൾറെഡി ഞാൻ വരച്ചു. നമുക്ക് ഓൾറെഡി ഒരു സപ്പോർട്ട് ഹൈ ലൈൻ ഉണ്ട്, 23,766, പിന്നെ 23,920 ഓൾറെഡി വരച്ചിട്ടിട്ടുണ്ട് ഇവിടെ അല്ലേ. അടുത്തത് 24,228. ഇത്രയും വരെ മതി, കൂടുതൽ പോകണ്ട. അപ്പോൾ ഈ 3 ലൈനാണ് നമുക്ക് മുകളോട്ടുള്ളത്. ഇതിനകത്ത് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വരച്ച് കാണിക്കാം, അല്ല ഇനി അത് മതി. ഇതിനകത്ത് ഓപ്പൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എങ്ങോട്ട് ബ്രേക്ക് ചെയ്യാൻ നോക്കുക, അല്ലെങ്കിൽ ഇങ്ങോട്ട് ബ്രേക്ക് ചെയ്യാൻ നോക്കുക. ഓക്കെ, അല്ലെങ്കിൽ ഇവിടെ ഒന്ന് സപ്പോർട്ട് എടുത്ത് തിരിച്ചു വരും നോക്കുക, അല്ലെങ്കിൽ ഇവിടെ ഒന്ന് സപ്പോർട്ട് എടുത്ത് തിരിച്ചു കയറി നോക്കുക. ഓക്കെ, ഇതൊക്കെ നമ്മൾ നോക്കിയിട്ട് മാത്രമേ ഒരു ട്രേഡിനകത്ത് എൻ്റർ ചെയ്യുക. ചാടി കയറി രാവിലെ കണ്ണ് തുറക്കുമ്പോൾ തന്നെ 9-15 തന്നെ ചാടി കയറി ട്രേഡിന് വീഴാതെ ഇന്നത്തെ കൂട്ട് അവസരം നോക്കി നമ്മൾ ട്രേഡ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പം എല്ലാവരും ഇങ്ങനെ തന്നെ മുന്നോട്ട് പോവുക. എല്ലാവർക്കും സന്തോഷം. പ്രോഫിറ്റ് എല്ലാവരുടെയും ഞാൻ കണ്ടു, സ്ക്രീൻഷോട്ടൊക്കെ ഇഷ്ടം പോലെ വന്നു. സന്തോഷം. എന്നും ഇത് നിലനിർത്താൻ ശ്രമിക്കുക. ഓക്കെ, അല്ല ഒരു ദിവസം കിട്ടി ഇതിൻ്റെ ഇരട്ടി നാളെ കളയുകയല്ല വേണ്ടത്, മറിച്ച് നിങ്ങൾ കൺസിസ്റ്റൻസി, അതായത് നമ്മൾ എന്നും ഒരു നിശ്ചിത വരുമാനം കണ്ടെത്താൻ ശ്രമിക്കുക. ആക്രമണത്തിന് പോകാതിരിക്കുക. അതാണ് ഞാൻ രാവിലെ തന്നെ പറഞ്ഞത്. രാവിലെ കിട്ടിയതും കൊണ്ട് നിങ്ങൾ നേരെ, പണ്ട് കുറച്ച് പേരൊക്കെ അനുസരിച്ചത് എനിക്ക് മെസ്സേജ് അയച്ചവർ, സാർ ഞങ്ങൾ വിട്ടു, ഞങ്ങൾ കഴിഞ്ഞ് പരിപാടി നിർത്തി, ഞങ്ങൾ പോവാം എന്ന് പറഞ്ഞാൽ ഒരു 15-20 മിനിറ്റ് കഴിഞ്ഞ് പരിപാടി കഴിഞ്ഞ് നിർത്തി പോയി. പിന്നെ ബാക്കിയെല്ലാം സംഭവിച്ചെന്നാൽ അവരറിയേണ്ട കാര്യമില്ല. മനസ്സിലായോ? അപ്പം അങ്ങനെ വേണം നമ്മൾ ട്രേഡിനെ, മാർക്കറ്റിനെ സമീപിക്കാൻ. ഓക്കെ, അങ്ങനെ സ്ഥിരമായിട്ടൊരു വരുമാനം നമ്മൾ കണ്ടെത്താൻ ശ്രമിക്കുക. നമുക്ക് നഷ്ടം വന്നെങ്കിൽ പോട്ടെന്നേ, കുഴപ്പമില്ല. സ്റ്റോപ്പ് ലോസ് അടിച്ചെങ്കിൽ അടിച്ചോട്ടെ. ഈ സ്റ്റോപ്പ് ലോസ് 1, 2, 3 സ്റ്റോപ്പ് ലോസ് അടിച്ചു കഴിഞ്ഞാലും ആ ഒറ്റ ട്രേഡ് കൊണ്ട് നമുക്ക് ഇതെല്ലാം തിരിച്ചു പിടിക്കാൻ നമുക്ക് പറ്റും. ഓക്കെ, അപ്പം നാളെ എല്ലാവർക്കും ഒരു പ്രോഫിറ്റബിൾ ഡേ ആശംസിക്കുന്നു. താങ്ക് യു ഓൾ.